ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ, മാക്രോ എക്കണോമിക്സ് ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ. ഒന്ന് പെട്ടെന്ന് ക്വിക്ക് റിവൈസ് ചെയ്തേക്കാം. എന്താണ് എക്സ് ആൻഡേയും എക്സ് പോസ്റ്റും? എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് എക്സ് ആൻഡേയും എക്സ് പോസ്റ്റും. എന്താണ് എക്സ് ആൻഡേ എന്ന് പറഞ്ഞാൽ? എക്സ് ആൻഡേ എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് അല്ലെങ്കിൽ ഇന്റന്റ് വാല്യൂ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി പ്ലാൻ ചെയ്യുവാണ്. നമ്മൾ ബിസിനസ്സിലൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലേ? എക്കണോമിക്സിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻഡ്, നമ്മൾ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വാല്യൂസ്, വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. അതിനെയാണ് എക്സ് ആൻഡേ എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കണമെന്നില്ല. നമുക്കൊരു ആക്ച്വൽ റിസൾട്ട് കിട്ടും. അതാണ് എക്സ്പോസ്ഡ്. ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂവിനെ എക്സ്പോസ്ഡ് എന്ന് വിളിക്കും. എക്കണോമിക്സിലെല്ലാം എക്സ് ആൻഡേ ആണ്, അസംഷൻ ബേസിസിലാണ് എടുക്കുന്നത്. എന്താണ് എക്സ് ആൻഡേ കൺസപ്ഷൻ? എപ്പോഴും ചോദിക്കുന്നതാണ് കൺസപ്ഷനെ പറ്റി. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദ പ്ലാൻഡ് വാല്യൂ ഓഫ് കൺസപ്ഷൻ ആൻഡ് എക്കണോമി. ഒരു എക്കണോമിയിലെ പ്ലാൻഡ് കൺസപ്ഷന്റെ വാല്യൂ ആണ്. കൺസപ്ഷന്റെ വാല്യൂവിനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ് ആൻഡേ കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. അത് നമ്മളൊരു എക്കണോമിയിൽ ഒരാളുകൾക്ക് കിട്ടുന്ന ഇൻകം, അവരുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം അവർ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യുകയും ബാക്കി ഭാഗം സേവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം കൺസ്യൂം ചെയ്യും. ഇൻകം വൈയും കൺസപ്ഷൻ സിയും, സേവ് ചെയ്യുന്നത് എസും. സി പ്ലസ് എക്സ്. നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം കൺസ്യൂം ചെയ്യും, ഒരു ഭാഗം സേവ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ഇൻകം. ഇൻകവും കൺസപ്ഷൻ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ? ഇൻകം കൂടുമ്പോൾ കൺസപ്ഷന് ചേഞ്ച് വരത്തില്ലേ? അപ്പൊ എന്താണ് ഇൻകവും കൺസപ്ഷൻ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്കണോമിക്സിൽ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ആ ഒരു റിലേഷൻഷിപ്പിനെ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നോ വിളിക്കുന്നു. ഓക്കെ, കൺസപ്ഷൻ ഫംഗ്ഷൻ എന്നോ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നോ വിളിക്കുന്നു. അപ്പൊ എന്താണ് ഇൻകവും കൺസപ്ഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരു ഭാഗം സേവ് ചെയ്യുന്നു. ഇൻകവും കൺസപ്ഷനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ട്, ഒരു ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിനെ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നോ വിളിക്കുന്നു. മാത്സ് പ്രകാരം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സി ഇസ് ഇക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയും. സി ഇസ് ഇക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ് പറയുന്നത്. ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. നമ്മുടെ ഇൻകവും നമ്മുടെ കൺസപ്ഷനും തമ്മിലൊരു റേഷ്യോ, ഇൻകവും കൺസപ്ഷനും തമ്മിലുള്ള റേഷ്യോയെ, ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. അപ്പൊ എന്താ റേഷ്യോ ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ഇൻകം ഈസ് കോൾഡ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. നമ്മുടെ ഇൻകവും സേവിംഗ് തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് വിളിക്കും. റേഷ്യോ ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ദ ഇൻകം ഈസ് കോൾഡ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ദെൻ ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസപ്ഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻകം. നമ്മുടെ ഇൻകം ചേഞ്ച് ആകുമ്പോൾ കൺസപ്ഷൻ ചേഞ്ച് വരുന്നു. അപ്പൊ ഇൻകത്തിന് വരുന്ന ചേഞ്ച് കൺസപ്ഷനെ എങ്ങനെ അഫക്ട് ചെയ്യും? ആ ഒരു റേഷ്യോയാണ് എന്ത്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വിളിക്കുന്നത്. അടുത്തത്, നമ്മുടെ ഇൻകത്തിന് വരുന്ന ചേഞ്ച് നമ്മുടെ സേവിങ്സിനെ അഫക്ട് ചെയ്യും. അപ്പം ചേഞ്ച് ഇൻ ഇൻകവും ചേഞ്ച് ഇൻ സേവിങ്സും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് വിളിക്കും. അടുത്തൊരു കാര്യം പറയാനുള്ളത്, എം പി സിയും എം പി എസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. അല്ലെങ്കിൽ എം പി സി ഇസിക്കൽ ടു 1 മൈനസ് എം പി എസ്, എം പി എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എം പി സി. അതുപോലെ എ പി സി പ്ലസ് എ പി എസ് ദാറ്റ് ഈസ് ഓൾസോ 1. എ പി സി ഇസ് ഈക്വൽ ടു എ പി 1 മൈനസ് എ പി എസ്, എ പി എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എ പി സി. മനസ്സിലായോ? അടുത്തത് എക്സ് ആൻഡേ കൺസപ്ഷൻ. എക്സ് ആൻഡേ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ഓട്ടോണമസ് കൺസപ്ഷൻ ഉണ്ട്, ഇൻകം ലെവൽ കൺസപ്ഷൻ ഉണ്ട്. നമ്മുടെ കൺസപ്ഷൻ, നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ലേ? ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ? ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് വാങ്ങുന്നില്ലേ? അപ്പൊ നമ്മൾ 0 ലെവൽ ഇൻകത്തിലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. 0 ലെവൽ ഇൻകത്തിലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഓട്ടോണമസ് കൺസപ്ഷൻ വിളിക്കുന്നത്. കൺസപ്ഷൻ അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം. കൺസപ്ഷൻ അറ്റ് 0 ലെവൽ ഓഫ് ഇൻകത്തിനെയാണ് ഓട്ടോണമസ് കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. അതാണ് എക്സ് ആൻഡേ കൺസപ്ഷനിൽ ഓട്ടോണമസ് ഉണ്ട്. നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, പ്ലസ് ഇൻകം കിട്ടുമ്പോൾ അതിന്റെ ഒരു ഭാഗം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ഇതെല്ലാം ചേർത്താണ് നമ്മുടെ കൺസപ്ഷൻ. ഒരു വ്യക്തിയുടെ കൺസപ്ഷൻ, എക്കണോമിയിൽ ഒരു വ്യക്തിയുടെ കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണമസ് കൺസപ്ഷൻ ഉണ്ട്, എക്സ് ആൻഡേ കൺസപ്ഷൻ ഉണ്ട്, ഇൻകം കൺസപ്ഷൻ ഉണ്ട്. ഓട്ടോണമസ് കൺസപ്ഷൻ എന്ന് പറഞ്ഞതാണ് കൺസപ്ഷൻ അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം. പിന്നെ ഇൻകം വരുമ്പോൾ അതിനനുസരിച്ചുള്ള കൺസപ്ഷൻ ചേഞ്ചും വരുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഇപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്മുടെ ഒരു വ്യക്തിയുടെ കൺസപ്ഷനെ സി എന്ന് വിളിക്കും. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സി ഇസിക്കൽ ടു സി ബാർ പ്ലസ് സി വൈ. സി ഇസിക്കൽ ടു സി ബാർ പ്ലസ് സി വൈ. ഈ സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസപ്ഷൻ. ദെൻ സി വൈ എന്ന് പറഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ എന്താണ് ഒരു എക്കണോമിയിൽ രണ്ട് 2 സെക്ടർ എക്കണോമി ബേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ എന്തുണ്ട്? ഫേം ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്. ഹൗസ് ഹോൾഡിന്റെ ആക്ടിവിറ്റി എന്നാണ് അവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഒരു എക്കണോമിയിൽ ഹൗസ് ഹോൾഡിന്റെ കൺസപ്ഷൻ ഫംഗ്ഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഒരു 2 സെക്ടർ എക്കണോമിയിലെ കൺസ്യൂമറിന്റെ കൺസപ്ഷൻ ഫംഗ്ഷനെ പറ്റി, കൺസപ്ഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഫേം ചെയ്യുന്നതാണ്, ഫേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നമുക്ക് പഠിക്കാം.
Ex ante investment is what the investor plan or intend to invest at a different level of income in the economy. എക്കണോമിയിലെ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തില് ഒരു ഇൻവെസ്റ്റർ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റൻഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവിനെയാണ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു അസംഷൻ എടുക്കുകയാണ്, ഒരു 2 സെക്ടർ എക്കണോമിയിലെ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോണമസ് ആണ്. അതായത് ഇൻകം ചേഞ്ച് ആകുന്നതനുസരിച്ച്, ഇൻകത്തിന് വരുന്ന ചേഞ്ച് അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് വരുന്നില്ല എന്നൊരു അസംഷൻ നമ്മൾ എടുക്കുന്നു. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എടുക്കുന്നു. അപ്പം കൺസപ്ഷൻ ഇക്വേഷൻ എന്താണ്? കൺസപ്ഷൻ ഈസ് ഈക്വൽ ടു ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ 2 സെക്ടർ എക്കണോമിയിൽ 2 പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? ഫേമും ഹൗസ് ഹോൾഡും. അവിടുത്തെ ഡിമാൻഡ് ഫംഗ്ഷനിൽ ആരൊക്കെ ഉള്ളൂ? അവിടുത്തെ ഡിമാൻഡ് ഫംഗ്ഷനിൽ അവർ മാത്രമേ ഉള്ളൂ, ഹൗസ് ഹോൾഡും ഫേമും മാത്രമേ ഉള്ളൂ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിമാൻഡ് ഓഫ് മണി, ടോട്ടൽ ഡിമാൻഡ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ആൻ എക്കണോമി ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂവിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ ഡിമാൻഡിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി വരുന്ന ആഗ്രിഗേറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ, ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി ഒരു എക്കണോമിയിൽ വരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഒന്നത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഒന്നത് കൺസ്യൂം ചെയ്യാനായിട്ട്. അപ്പം കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. അപ്പോൾ ഒരു ഡിമാൻഡ് 2 സെക്ടർ എക്കണോമിയിൽ 2 ടൈപ്പാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിലെ കോമ്പൗണ്ട്. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നതാണ്. AD ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഇക്വേഷൻ എന്താണ്? ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. ദെൻ അതിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഓട്ടോണമസ് കൂടെ ചേർത്ത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ പ്ലസ് CY എന്ന് പറയാം. ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ ആണ്. എന്താണ് ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ? ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? Aggregate supply is defined as the total supply of all final goods and services produced in an economy in an accounting year. ഒരു അക്കൗണ്ടിങ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും സപ്ലൈ ആണ്, ടോട്ടൽ സപ്ലൈ ആണ് ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിയിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ സപ്ലൈ ആണ് ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ആണ്. അതിന് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്കണോമിയിലെ ആഗ്രിഗേറ്റ് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും ആഗ്രിഗേറ്റ് സപ്ലൈ. നമ്മൾ ഇൻകം അനുസരിച്ചല്ലേ സപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പൊ ആഗ്രിഗേറ്റ് സപ്ലൈ ഇസിക്കൽ ടു എന്താണ്? ആഗ്രിഗേറ്റ് ഇൻകം. AS ഇസിക്കൽ ടു Y എന്ന് പറയും. അത് അതിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രി ലൈൻ കിട്ടും. ഒരു 45 ഡിഗ്രി ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇൻകം ഡിറ്റർമിനേഷൻ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഒരു 2 സെക്ടർ എക്കണോമിയിലെ ഇൻകം എങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദാറ്റ് ഈസ് AD ഇസിക്കൽ ടു AS. Aggregate demand is equal to aggregate supply. Okay, aggregate supply അല്ലെങ്കിൽ തിരിച്ചെഴുതാം. aggregate supply is equal to aggregate demand. aggregate supply equation ആണ്, that is aggregate income അല്ലെങ്കിൽ Y ആണ്. AD equation C plus CY plus I bar. Autonomous consumption plus CY plus autonomous investment. രണ്ടിടത്തും Y ഉണ്ട് അല്ലേ? അത് ഒരുമിച്ച് ആക്കി കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ പോസിറ്റീവ് Y അപ്പുറത്ത് നെഗറ്റീവ് Y. Y minus CY is equal to autonomous consumption plus autonomous investment. Y common ആയതുകൊണ്ട് Y എടുത്തു 1 minus C, that is equal to autonomous consumption. രണ്ടിലും autonomous ആയതുകൊണ്ട് autonomous expenditure എടുത്തു. Then Y ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കണം. that is autonomous consumption divided by 1 minus C. ഇക്വേഷൻ എന്താണ് വന്നത്? ഓട്ടോണമസ് ഇൻകത്തിന്റെ ഇക്വേഷൻ ആണ്, ഇക്വിലിബ്രിയം ഇൻകത്തിന്റെ ഇക്വേഷൻ എങ്ങനെ വന്നു? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 minus C. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 minus C എന്ന് വന്നു. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ 1 minus C എന്ന് വന്നു. ദെൻ അടുത്ത കോൺസെപ്റ്റ് ആണ് എക്സസ് ഡിമാൻഡ്, ഡെഫിസിറ്റ് ഡിമാൻഡ്, എഫക്റ്റീവ് ഡിമാൻഡ്. അതായത് ഒരു എക്കണോമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതലും ആഗ്രിഗേറ്റ് സപ്ലൈ കുറവാണ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ആഗ്രിഗേറ്റ് സപ്ലൈ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. ആഗ്രിഗേറ്റ് സപ്ലൈ കൂടുതലും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഡെഫിസിറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. ഡെഫിസിറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആണെങ്കിൽ, അതിനെ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് വിളിക്കും. എഫക്റ്റീവ് ഡിമാൻഡ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇക്വിലിബ്രിയം ഇൻകം തരും. അതായത് ഇക്വേഷൻ യൂസ് ചെയ്ത് ACN ഒക്കെ വാല്യൂസ് വന്നിട്ട് ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ ഒരു കൺസപ്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ തരും. അതായത് C is equal to C bar plus CY എന്നല്ലേ കൺസപ്ഷന്റെ ഇക്വേഷൻ. ആ കൺസപ്ഷന്റെ ഇക്വേഷൻ തന്നിട്ട് അതിന് പകരമായിട്ട്
50 പ്ലസ് 0.8y എന്നൊരു ഇക്വേഷൻ തന്നു. കൺസപ്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ തന്നിട്ട് വൈയുടെ വാല്യൂസ് തരും 0, 100, 200, 300 അങ്ങനെ വാല്യൂസ് തന്നിട്ട് വൈയുടെ വാല്യൂസ് ഇട്ട് കൺസപ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. പിന്നെ അത് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ചോദിക്കും. ഓക്കെ സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ ചാനലിൽ നമ്മുടെ 0 to A+ എല്ലാം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്സ്.